ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഥാവലിക്കുന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ എൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ എന്നിവയെയും ദൈവം നടത്തുകയും എൻ്റെ കൃപയിൽ എന്നെ ദൈവം സൂക്ഷിക്കുകയും ചെയ്തു. വിശുദ്ധന്മാരുമായുള്ള കൂട്ടായ്മയിലും ദൈവത്തിൻ്റെ ഭവനത്തിലുമായിരിക്കാൻ ദൈവം അടിയന് കൃപ നൽകിയതോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നുള്ള ഒരു കാലത്തെ നമ്മുടെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. യഹോവ അരുളിച്ചെയ്തത്, മിസ്രയീമിലുള്ള ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. കൂടിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് പ്രസ്തുത വചനത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇസ്രായേൽ മക്കൾ 430 ആണ്ടുകൾ മിസ്രയീം ദേശത്ത് പ്രവാസികളായിരുന്നിരുന്നു. ആ പ്രവാസത്തിന് അവസാനം കുറിക്കുമ്പോൾ മോശയെ ദൈവം നിയോഗിച്ചയക്കുവാൻ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം തന്നെ വരുത്തുകയും അവിടെ വെച്ച് ദൈവം മോശയോട് ഇടപെട്ട് ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയെ തൻ്റെ പക്കൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന രംഗമാണ് നാം കാണുന്നത്. ദീർഘനാളുകളായി സ്വന്തമല്ലാത്ത പ്രദേശത്ത് അടിമത്തത്തിൽ കാണപ്പെട്ട ഇസ്രായേൽ മക്കൾ ഒരു കാലത്ത് യോസഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നതോടുകൂടെ ശക്തമായ പീഡനങ്ങളിൽ കൂടെ അവർ കടത്തപ്പെട്ടു. ഒടുക്കം അവരുടെ നിലവിളി ഉയരുകയാണ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്കത് കാണുവാൻ കഴിയും. ഏറെ നാൾ കഴിഞ്ഞിട്ട് ഇസ്രായേൽ രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവേർപ്പെട്ട് നിലവിളിച്ചു. അടിമവേല കേട്ടുവാനുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവത്തിന് സ്തോത്രം. ഇത് ഇന്ന് നാം ജീവിക്കുന്നതായ ഈ ലോകത്തിൽ നമുക്ക് സ്വന്തമായി ഉള്ളതായ നമുക്ക് ദൈവം നൽകുവാൻ പോകുന്ന അവകാശ ദേശത്തിലേക്കുള്ള ആ പ്രത്യാശയെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ഭാഗമാണ്. ഇവിടെ നാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിന്റെ അടിമത്തം പോലെ ഒരു ഭാഗത്ത് നമ്മുടെ പ്രാണൻ വീണ്ടെടുക്കപ്പെട്ടു എങ്കിലും നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. വീണ്ടെടുക്കപ്പെടാത്ത ശരീരത്തിൽ ഒരു അടിമയെ പോലെ ഇസ്രായേൽ രാജ്യത്ത് എങ്ങനെ ഇസ്രായേൽ മക്കൾ കാണപ്പെട്ടു അതുപോലെ അടിമത്തത്തിൽ കൂടിയാണ് നാം ജീവിക്കുന്നത്. വിശുദ്ധ പൗലോസ് പ്രകാരം തന്നെ തന്റെ നിലവിളി, തന്റെ അനിഷ്ടത വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ അരിഷ്ട മനുഷ്യൻ. റോമാലേഖനം 7-ാം അധ്യായത്തിൽ അവിടെ അവസാനം താൻ പറഞ്ഞു വയ്ക്കുന്നെങ്കിലെയാണ് ഈ മരണത്തിന് അധീനപ്പെട്ടതായി ശരീരത്തിൽ വന്ന് എന്നെ ആർന്നിരിക്കുന്നു. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെടാത്ത ശരീരത്തിൽ നാം പാർക്കുന്നിടത്തോളം ഒരു അടിമ വീട്ടിലെന്നത് പോലെയാണ് നാം കാണപ്പെടുന്നത്. എന്നാൽ ദൈവം പറയുന്നത്, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു എന്നാണ്. നാം വായിച്ചു കേട്ട വേദഭാഗത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഞാൻ അവരുടെ കഷ്ടത കണ്ടു, നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെല്ലാം വിധത്തിലുള്ളതായ സങ്കടങ്ങളിൽ കൂടിയാണ് നാം കടന്നുപോയിരിക്കുന്നത്. നമ്മുടെ സങ്കടങ്ങൾ മറ്റുള്ളവർ അറിയണമെന്നില്ല. നമ്മുടെ എല്ലാ സങ്കടങ്ങളും എല്ലാവർക്കും അറിയാൻ കഴിയുകയുമില്ല.
ഹൃദയം നീറിക്കൊണ്ടിരിക്കുന്ന എത്രയോ വിഷയങ്ങൾ, നമുക്ക് പുറത്തു പറയുവാൻ കഴിവില്ലാത്ത എത്രയോ സാഹചര്യങ്ങൾ, അത് നമ്മുടെ ആത്മീയമായ വിഷയങ്ങളിലുള്ള സങ്കടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ശാരീരിക ക്ലേശങ്ങൾ നിമിത്തമുള്ളതായിരിക്കാം, കുടുംബത്തിൽ ചെയ്ഞ്ഞു നാളുന്നതായ വിഷയങ്ങൾ, സ്വന്തം മക്കളുടേതായ വീഴ്ചകൾ താഴ്ചകൾ നിമിത്തമുള്ളതായ വിഷയങ്ങളായിരിക്കാം. ഇതിൽ കൂടെയൊക്കെ നമ്മൾ വളരെ സങ്കടങ്ങളിൽ കൂടെ കടന്നു പോകാറുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ എല്ലാവരും അറിയുന്നില്ല. ഒരു വിഷയം കുറച്ചൊക്കെ അറിഞ്ഞേക്കാം, എങ്കിലും എല്ലാം അറിയാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ സങ്കടങ്ങളെല്ലാം അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ. നമ്മുടെ ജീവിതത്തിൽ പുറമേ നാം ചിരിച്ചു കാണിക്കും, എങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങൾ ആരറിയുന്നു. ആകയാൽ ഇങ്ങനെയുള്ള സങ്കടങ്ങളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടുന്ന ഒരു അറിവ്, എൻ്റെ സങ്കടങ്ങൾ എൻ്റെ ദൈവം അറിയുന്നു. സങ്കടങ്ങൾ ദൈവം അറിയുക മാത്രമല്ല, ആ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം ഇവിടെ മോശയോട് പറയുന്നത്, അവരുടെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നുവെന്നാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വസിക്കുക, ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങൾ നിമിത്തം ഹൃദയത്തിൽ തിങ്ങിവിക്കുന്നതായ സങ്കടങ്ങൾ, ആ സങ്കടങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ നമ്മുടെ യേശു നമ്മുടെ മധ്യയുണ്ട്. ഇന്ന് നമ്മെ അടുത്തറിയുന്ന ഒരു കർത്താവ്, അവിടെ അറിയുന്നില്ലല്ലോ എന്ന ഭാരപ്പെട്ടുകൊണ്ടായിരിക്കാം മോശ ഈ ദീർഘ 40 ആണ്ടുകൾ മിസ്രയീമിന് പുറത്ത് താൻ കാണപ്പെട്ടത്. എന്നാൽ ദൈവം മോശയോട് പറയുന്നു, മോശയെ, അവരുടെ സങ്കടം എനിക്കറിയാം. എനിക്കറിയാതിരുന്നിട്ടല്ല ഞാൻ ഇതുവരെയും മൗനമായിരുന്നത്. എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമുണ്ട്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് ദൈവസ്ഥനിൽ കൂടപ്പെട്ടിരിക്കുന്നവരോടൊരു വാക്ക്, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ദൈവമുണ്ട്. ദൈവം നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കും. ആ സങ്കടങ്ങളിൽ നമ്മെ തുടരുവാൻ അവൻ അനുവദിക്കുകയില്ല. പക്ഷേ നമ്മുടെ സങ്കടങ്ങൾ ഏത് വിധത്തിലുള്ളതായ സങ്കടങ്ങളായിരിക്കണം, നാം വിടുവിക്കപ്പെടുന്നത് ഏത് വിധത്തിലുള്ളതായിരിക്കുന്ന സങ്കടമാണ്. ഇന്ന് പകൽക്കാലം നാം വായിച്ചു കേട്ട വേദഭാഗം നോക്കിയാൽ അടിമത്തം ഹേതുവായിട്ടുള്ളതായ സങ്കടമാണ് നാം കാണുന്നത്. മിസ്രയീമിന്റെ അടിമത്തത്തിൽ കിടക്കുന്നതായ ഇസ്രായേൽ മക്കൾ, ആ അടിമത്തം നിമിത്തം അവർ സങ്കടപ്പെട്ട് നിലവിളിച്ച് കരയുകയാണ്. നമ്മുടെ കണ്ണുനീര് കാണുന്നവനായ ദൈവം, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നവനായ ദൈവം, ആ ദൈവം നമ്മെ വിടുവിപ്പാൻ താല്പര്യപ്പെടുന്നുവെങ്കിലും ചില വിഷയങ്ങൾ നാം നോക്കിയാൽ നമ്മുടെ സങ്കടങ്ങൾ ദൈവഹിത പ്രകാരമുള്ളത് അല്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവഹിതത്തിന് അന്യമായിരിക്കുന്ന ചില സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. അതുകൊണ്ട് ഇന്ന് പകർന്നാലും നമ്മുടെ ദൈവഹിതപ്രകാരമുള്ളതായ സങ്കടങ്ങൾ അറിയുന്ന ദൈവം ആ സങ്കടത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിൽ പ്രധാനമായും ഇപ്പോൾ നാം വായിച്ചു കേട്ട വേദഭാഗത്തില് അടിമത്തം ഹേതുവായിട്ട്, മിസ്രയീമ്യ അടിമത്തം ഹേതുവായിട്ടുള്ളതായ സങ്കടമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കടത്തെ കുറിച്ച് സങ്കീർത്തനക്കാരൻ ഇപ്രകാരമാണ് ഓർപ്പിക്കുന്നത്, അവൻ എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നുവെന്ന് 31-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ സങ്കടങ്ങളിൽ ഏറ്റവും വലിയത് പ്രാണസങ്കടങ്ങളായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ പ്രാണസങ്കടങ്ങൾ എന്ന് പറയുന്നത്? വായിച്ചാട്ടെ 31-ാം സങ്കീർത്തനം 7-ാം വാക്യം. ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നീ എന്റെ അരിഷ്ടതയെ കണ്ടു. എന്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നുവെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ പല വിധത്തിലുണ്ട്. ചിലരുടെ സങ്കടങ്ങൾ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോഴുള്ള സങ്കടമാണ്. ദൈവത്തിന് സ്തോത്രം. ചിലരുടെ സങ്കടങ്ങൾ അയൽവാസിയുടെ ജീവിതത്തിന് ഒത്ത് എന്റെ ജീവിത നിലവാരത്തെ കെട്ടിപ്പടുക്കാവുന്നതിനുള്ള സങ്കടമാണ്. ചിലരുടെ സങ്കടങ്ങൾ സഹവിശ്വാസം ഉയർത്തപ്പെടുന്നു, എനിക്ക് ഉയർത്തപ്പെടാൻ കഴിയുന്നില്ലെന്നുള്ള സങ്കടമാണ്. ആത്മീയമായിട്ടല്ല, അക്ഷരീകമായിട്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇങ്ങനെയുള്ള സങ്കടങ്ങളല്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ അരിഷ്ടത നിമിത്തം, ദൈവത്തിന് സ്തോത്രം, എന്റെ പ്രാണസങ്കടങ്ങൾ ഉണ്ട്. ആ പ്രാണസങ്കടങ്ങളെ എന്റെ ദൈവം അറിഞ്ഞിരിക്കുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ദയയെ അവൻ പ്രതീക്ഷിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. എന്താണ് ഈ സങ്കടം പ്രാണനുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്? ദൈവത്തിന് സ്തോത്രം.
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ജീവിതത്തിന്റെ അവസാനം കുറിക്കുമ്പോൾ നമ്മുടെ പ്രാണൻ എവിടെയായിരിക്കണം എന്നുള്ളത് നാം ദൈവത്തിന് സ്തോത്രം ഉറപ്പിക്കുകയാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രകാരം പറയുന്നു, 16-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദാവീദ് ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം 16-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം, നീ എന്റെ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നമ്മുടെ പ്രാണൻ വിശ്രമിക്കേണ്ടുന്നത് എവിടെയാകുന്നു എന്ന് ജീവനോടിരിക്കുന്ന കാലം ഉറപ്പിക്കുക ദൈവത്തിന്റെ സ്തോത്രമാണ്. അതിൽ നമ്മുടെ പ്രാണൻ അത് പാതാളത്തിൽ പോവുകയില്ല എന്ന് ഉറപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ പ്രാണസങ്കടം നമ്മുടെ ജീവിതത്തെ വിട്ടുമാറുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്തോത്രമാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ആ കടിഞ്ഞാൻ പിടിച്ചടക്കുവാൻ കഴിവില്ലാതെ, പലപ്പോഴും ആഗ്രഹിക്കുന്ന ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കഴിവില്ലാതെ, വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ, അയ്യോ ഞാൻ ഇഷ്ട മനുഷ്യൻ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, എന്റെ ജഡത്തിൽ തിന്മ വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും പലരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിലെ എല്ലാ നന്മകളുടെയും വെളിച്ചത്തിൽ ക്രിസ്തീയ മാർഗത്തെ ഓർക്കാതെ ജീവിക്കുകയാണെങ്കിൽ ഈ പ്രാണസങ്കടം വരികയില്ല. ഏതെങ്കിലും ഒരു ശുദ്ധീകരണ രീതിക്ക് വരുമ്പോൾ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ട യോഗ്യതയെ കുറിച്ച് ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, നമ്മുടെ ജീവിത നിലവാരത്തെ ചൂണ്ടിക്കാണിക്കുന്നതായ പ്രവചന ശബ്ദങ്ങൾ നാം കേൾക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ പരാധീനതയെ ഉറപ്പിച്ചുണർത്തുന്ന ചില ദർശനങ്ങൾ നാം കാണുമ്പോൾ, നാം എഴുന്നേറ്റിട്ട് ദൈവത്തിന്റെ സ്തോത്രം നാം ഉണർന്നിട്ട് പറയുകയാണ്, അയ്യോ എനിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നില്ലേ, എന്റെ പ്രാണൻ പാതാളത്തിൽ പോകുമോ? ചില വ്യക്തികൾ ജീവനോടിരുന്നപ്പോൾ അവർക്ക് ദൈവം കൊടുത്തതായിരിക്കുന്ന ചില ദർശനങ്ങളിൽ കൂടെ, ചില ആത്മവിവശതകളിൽ കൂടെ അവർ പാതാളത്തിൽ പോകുന്നതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ അതിനുശേഷം ദൈവം അവരെ മടക്കിക്കൊണ്ടുവന്ന അവർക്ക് ചില അവസരങ്ങൾ കൊടുത്തതായുള്ള സാക്ഷ്യങ്ങളൊക്കെ നാം കേൾക്കുന്നുണ്ട്. ഇന്ന് നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ള വിഷയത്തെ കുറിച്ച് നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിൽ നാം മറക്കുന്നു. എന്നാൽ എപ്പോഴെങ്കിലും അത് നമ്മെ ഉണർത്തിച്ച് നമുക്കതിനെ കുറിച്ച് ചിന്തിക്കുവാൻ അവസരം വരുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത്, എന്റെ ദൈവമേ, എന്റെ പ്രാണൻ പാതാളത്തിൽ പോകുമോ അതോ പാതാളത്തിൽ പോകാതിരിക്കുമോ? നമ്മുടെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഈ പ്രാണസങ്കടം എന്ന് പറയുന്നത് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ജീവനോടിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കണം, ദൈവത്തിന് സ്തോത്രം, ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ പ്രാണൻ ദൈവരാജ്യത്തിൽ ദൈവത്തോടുകൂടെ വിശ്രമിക്കും, എന്റെ കർത്താവിനോടുകൂടി ആയിരിക്കും, യേശുവിനോടുകൂടി ആയിരിക്കും എന്ന് ഉറപ്പിക്കുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അതിന്റെ മുൻപും പിൻപുമുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, അതിന്റെ 8-ാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ഇത് ഉറപ്പിച്ച് പറയുന്നതിന്റെ കാരണം ഇവിടെ താൻ പറയുന്നത് എങ്ങനെയാണ്? എന്റെ പ്രാണനെ നീ പാതാളത്തിൽ വിടുകയില്ല. അവനെ വളരെ ഉറപ്പിച്ച് ദൈവത്തിന്റെ സ്തോത്രം നല്ല ജീവിതത്തെ കുറിച്ചുള്ള നല്ല ലക്ഷ്യബോധത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അതിന്റെ 8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗം ഉള്ളതുകൊണ്ട് ഞാൻ കുരുങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സാനന്ദിച്ച് എന്റെ ജഡവും നിർഭയമായി വസിക്കുന്നു. നിന്റെ ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്ന പ്രമോദങ്ങളുമുണ്ട്. ഈ പറയുന്ന ദാവീദ് തന്റെ ജീവിതത്തിൽ പാപം നേരിട്ട വേളയിൽ നാഥാപ്രവാചകൻ ദാവീദിനോട് പറഞ്ഞു, നീ പാപം ചെയ്തിരിക്കുന്നു. ആ ശബ്ദത്തിന്റെ മുൻപാകെ ഉറച്ചുപോയ ദാവീദ് എഴുതിയ സങ്കീർത്തന ഭാഗമാണ് 51-ാം സങ്കീർത്തനം. ഈ 51-ാം സങ്കീർത്തനത്തില് ഈ 16-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെയല്ല ദാവീദ് പറയുന്നത്. ഈ 51-ാം സങ്കീർത്തനത്തിൽ താൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നുവെന്നാണ് പറയുന്നത്. നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന പാപം ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനവുമായി നാം ചിന്തിക്കുമ്പോൾ, ഏതെങ്കിലും പാപങ്ങൾ നാം ക്ഷമിക്കപ്പെടാത്ത, ഏതെങ്കിലും പാപങ്ങൾ വിട്ടുമാറാത്ത, ഏതെങ്കിലും മുറുകെ പറ്റുന്ന പാപങ്ങൾ അന്തരാത്മാവിനെ ദുഃഖിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന
ഏതെങ്കിലും അകൃത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഉറപ്പിക്കുവാൻ കഴിയുമോ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല എന്ന്. ഇവിടെ സംഗീതകാരനായ ദാവീദ് പറയുക, എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിലിരിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഈ വിഷയത്തിൽ നാം സങ്കടപ്പെടണം. നമുക്ക് ലോകപ്രകാരമുള്ള നന്മകൾ ലഭിക്കുന്നില്ല എന്നുള്ള സങ്കടം നമുക്ക് മാറ്റിവെക്കാം. എന്നിട്ട് ഏതെങ്കിലും അകൃത്യങ്ങൾ, ഏതെങ്കിലും പാപങ്ങൾ എന്റെ ജീവിതത്തിൽ എന്റെ മുൻപിലുണ്ടോ? ഓർത്തുകൊള്ളണം. 90-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. നമ്മുടെ രഹസ്യ പാപങ്ങൾ, ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ, അത് ദൈവത്തിന്റെ മുൻപിലാണ് ഇരിക്കുന്നത്, അവന്റെ മുഖപ്രകാശത്തിലാണ് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ അകൃത്യങ്ങൾ നമ്മുടെ മുൻപിലും. അപ്പോൾ നമ്മുടെ മുൻപിലിരിക്കുന്ന പാപം, അതേസമയം ദൈവത്തിന്റെ മുൻപിലിരിക്കുന്ന പാപം, ഇത് യേശുക്രിസ്തുവിന്റെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ട് പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെട്ട് ഒഴിവാക്കാത്ത ഒരു ദൈവപൈതലിന് ഈ പ്രാണസങ്കടം അവനെ സംബന്ധിച്ചിടത്തോളം അവനെ വിട്ടു മാറുകയില്ല. ആകയാൽ നമ്മുടെ പ്രാണസങ്കടങ്ങൾ, ഇങ്ങനെ ദുഃഖിക്കുന്നവരാരുണ്ട്? എനിക്ക് ദൈവരാജ്യത്തിൽ എത്തുവാൻ കഴിയില്ലാത്ത വിധത്തില് എന്റെ ദൈവത്തിന്റെയും എന്റെയും മുൻപിലിരിക്കുന്ന പാപം അതിനെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദാവീദ് പറയുക, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. നമ്മുടെ പാപവും അകൃത്യവും തൽസ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ടാൽ പിന്നീട് നമ്മുടെ മുൻപിൽ കാണപ്പെടുന്നത് നമ്മുടെ പരിശുദ്ധനായ ദൈവമാണ്. ഈ ദൈവത്തെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അതോടുകൂടെ നമ്മുടെ സങ്കടങ്ങൾ നീങ്ങിപ്പോയി എന്ന് മാത്രമല്ല, അവിടെ ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്, എന്റെ യഹോവയെ ഞാൻ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവനെന്റെ വലത്തു ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുരുങ്ങി പോവുകയില്ല. നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും നീക്കം ചെയ്യപ്പെട്ട് ഒരു നല്ല മനസ്സാക്ഷിക്കുന്ന ഉടമകളായി, നാം പരമാത്മ ഹൃദയമുള്ളവരായി ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ, അവിടെ നാം നമ്മുടെ ദൈവത്തെ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നുവെങ്കിൽ, ആ ദൈവത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരിക്കുന്നെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം അങ്ങനെയാണ് പറയുന്നത്, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. ദൈവത്തെ നമ്മുടെ മുൻപിൽ വെക്കാതെ നമുക്ക് നിഷ്കളങ്കത്വത്തിൽ വളരുവാൻ കഴിയുകയില്ല. നമ്മുടെ അകൃത്യങ്ങൾ നീക്കം ചെയ്യപ്പെടാതെ ദൈവത്തെ നമ്മുടെ മുൻപിൽ വെക്കുവാനും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്റെ ദൈവത്തെ ഞാൻ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അത് മാത്രമല്ല, നിലവിൽ എന്റെ ദൈവത്തെ എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോവുകയില്ല. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും വരും കാലഘട്ടങ്ങളിൽ ഒരിക്കലും ഞാൻ കുലുങ്ങി പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച്, എന്റെ മനസ്സ് ആനന്ദിച്ച്, എന്റെ ജഡവും നിർഭയമായി വസിക്കും. നിന്റെ സന്നദ്ധിയും സന്തോഷത്തിന്റെ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, ക്രിസ്തീയ ജീവിതത്തെ പോലെ ആനന്ദമുള്ള ജീവിതം മറ്റൊന്നുമില്ല. അകൃത്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ടാൽ, തൽസ്ഥാനത്ത് ദൈവത്തെ പ്രതിഷ്ഠിച്ചാൽ, ദൈവ സാന്നിധ്യം നിരന്തരം അനുഭവിച്ചാൽ, കർത്തൃപാദമെടുത്തെങ്കിൽ നിരന്തരം ഇരിക്കുന്നവരായി കാണപ്പെട്ടാൽ, അവരുടെ ജീവിതത്തെ പോലെ ആനന്ദമുള്ള ജീവിതം അതേ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, ദൈവത്തിന് സ്തോത്രം, ക്രിസ്തീയ ജീവിതം പോൽ ആനന്ദമുള്ള ജീവിതം മറ്റൊന്നില്ല. പ്രിയമുള്ള ദൈവമക്കളെ, എത്ര പേർ അത് ഒരു ചില നിമിഷങ്ങളെങ്കിലും അനുഭവിച്ചിട്ടുണ്ട്? ഏതാനും ചില നിമിഷങ്ങളെങ്കിലും ആ ദൈവത്തെ മുൻപിൽ വെച്ച് ദൈവത്തിന്റെ സന്നിധിയിലെ സന്തോഷത്തിന്റെ പരിപൂർണതയും അതിന് കവിഞ്ഞതായ ആത്മനിറവോ ദൈവവുമായിട്ടുള്ള ഇടപെടൽ കൂടി ഉണ്ടായ ആനന്ദ നിർവൃതിയും എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർ തങ്ങളുടെ കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? അങ്ങനെയാണെങ്കിൽ അത് നിരന്തരമായി നിന്നാൽ എത്ര അനുഗ്രഹമായിരിക്കും. ആകയാൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ ദൈവം അറിയുന്നു എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും നമ്മളെ പ്രാണസങ്കടങ്ങൾ ദൈവം അറിയുന്നുവെന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മരണാനന്തരം പാതാളത്തിൽ എന്റെ പ്രാണൻ പോവുകയില്ല, അഥവാ എന്റെ കർത്താവ് എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ കൈവശമുള്ളവനായ കർത്താവിന്റെ പരിശുദ്ധ രക്തത്താലും വചനത്താലും ആത്മാവിനാലും ശുദ്ധീകരിക്കപ്പെട്ട് എന്റെ മുൻപിലും ദൈവ മുൻപിലുമുള്ള അകൃത്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട് എന്റെ ദൈവത്തെ എന്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്നവർ അവരുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ വിട്ട് അവർക്ക് ഒരു ജീവിതമില്ല. ഓരോ നിമിഷവും ദൈവത്തോട് നിങ്ങൾ ആലോചന ചോദിച്ചുകൊണ്ടിരിക്കും. വളരെ വ്യക്തമായിട്ട് ദൈവം അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കും. അവരുടെ ക്രിസ്തീയ ജീവിതം മുഴുവൻ ആനന്ദമുള്ളതായിരിക്കും. അതുകൊണ്ട് ഈ സങ്കടം അറിയുന്ന ഒരു ദൈവമുണ്ട്.
ദൈവത്തിന്റെ മഹത്വം. ഇസ്രായേലിന്റെ അടിമത്തത്തിലായിരിക്കുന്ന കാലഘട്ടമെല്ലാം നാം ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നതിനിടയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമ്മുടെ ഈ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ സങ്കടം ദൈവം അറിയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇരുമനസ്സുള്ളവരെ, ദൈവത്തിന് സ്തോത്രം, ഇരുമനസ്സുള്ളവരെ നിങ്ങൾ സങ്കടപ്പെട്ട് കരയണം. ഒന്ന് വായിക്കാമോ? യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. സന്തോഷം വിഷാദമായും തീരട്ടെ. ഇവിടെ ഈ ഇരുമനസ്സുള്ളവർ എന്നുള്ള ഒരു വിഷയം മാത്രം എടുക്കാം. ഇരുമനസ്സുള്ളവർക്ക് ഒരു സങ്കടം ഉണ്ടാകും. ഒരു ദൈവവൈദ്യനായാൽ, ദൈവിക പ്രമാണങ്ങളെ അറിയുന്നവനായ, ദൈവരാജ്യത്തിൽ പോകേണ്ടതിനോ വർദ്ധിക്കേണ്ട വിഷയങ്ങളെ, പ്രപഞ്ച മോഹങ്ങളെ വർദ്ധിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നമ്മുടെ ജഡശരീരത്തിൽ ഇരിക്കുന്ന തിന്മയും നമ്മുടെ ആഗ്രഹവും രണ്ടും പൊരുത്തപ്പെടാതെ, ദൈവത്തിന് സ്തോത്രം, വിശേഷിച്ച് യൗവനക്കാരെ കുറിച്ച് സഭാപ്രസംഗിയിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്. യൗവനക്കാരോട് പറയുകയാണ്, നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മയും നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനവും നീക്കിക്കളക എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ സ്തോത്രം, ആ ജഡം ആഗ്രഹിക്കുന്നത് നിവർത്തിക്കുവാൻ കഴിവില്ലാതെ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകപ്രകാരമുള്ളതായ ഉപദേശങ്ങളോ അല്ലെങ്കിൽ നിയമങ്ങളോ, ദൈവവചന പ്രകാരമുള്ളതായിരിക്കുന്ന നിയമങ്ങളോ, ഇത് രണ്ടിന്റെയും ഇടയ്ക്ക് ദൈവത്തിന്റെ സ്തോത്രം ഒരു ദൈവവൈദ്യരെ കിടന്ന് ആടി ഉടി വിശേഷിച്ച് യൗവനക്കാർ അവരോട് പറയും, അവരുടെ മുൻപിൽ ഒരുപാട് അരുതുകളുണ്ട്. അരുത് 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 അരുത്. ഇതെല്ലാം ലോകപ്രകാരം ധാർമ്മിക മൂല്യം ഉൾക്കൊള്ളുന്നതാണ്. തിരുവെഴുത്തിൻ പ്രകാരം ദൈവരാജ്യത്തിലേക്ക് പോകുവാനുള്ള പരിശുദ്ധമായ ദൈവകൽപ്പനകളാണ്. ഇവ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ വീണുപോയ മനുഷ്യന്റെ ജഡശരീരം, ദൈവത്തിന്റെ സ്തോത്രം, അതിന് വിരോധമായിട്ട് അരുത് എന്ന് പറയുന്നതിനെയൊക്കെ സ്വീകരിക്കുവാൻ വേണ്ടി കൽപ്പന കൊടുക്കുക. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് കിടന്നുള്ള കുഴഞ്ഞ മറഞ്ഞുള്ള ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലാണ് ദൈവത്തിന്റെ സ്തോത്രം നമ്മുടെ ഹൃദയത്തിൽ വ്യസനമുളവാകുക. ചില കുട്ടികളെ ശ്രദ്ധിച്ചു നോക്കിയാൽ കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. അവന്റെ ഇഷ്ടത്തിന് വിപരീതമായി സംസാരിച്ചപ്പോൾ അവൻ എന്നോടൊന്നും പറയുവാൻ കഴിയുന്നില്ല. എന്നാൽ ഞാൻ വിട്ടയുടൻ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ മുമ്പിനുള്ളിലേക്ക് കടന്നുപോയി. എന്നാൽ കരയുവാനുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ല. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തിരിക്കുന്നതല്ല എന്ന് അവനെ പഠിപ്പിച്ചു. അവനെ അത് ചെയ്യരുതെന്ന് പറഞ്ഞു. അതിനുശേഷം അവനെ വിട്ടപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞ്, അവന് മറ്റൊന്നും കഴിയുന്നില്ല. കാരണം എനിക്കൊന്നും അടിക്കാൻ പറ്റത്തില്ല, എന്നെ ചീത്ത വിളിക്കാൻ പറ്റത്തില്ല, മറിച്ച് വേറൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലേക്ക് ഓടുകയാ. അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ആ പയ്യനത് കഴിയില്ലാത്തത് കൊണ്ട് അവൻ പ്രതികരിക്കാതെ അവന്റെ പ്രതികരണം കരച്ചിലും നിലവിളിയിലും ഒതുക്കി. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള വ്യസനങ്ങളുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഈ വ്യസനത്തെ കുറിച്ചാണ് ഇരുമനസ്സ് എന്ന് പറയുന്നത്. അതിന് മുൻപ് 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ മുതലാണ് ഇങ്ങോട്ട് തുടങ്ങുന്നത്. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിൽ ലോകം അവരെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന്റെ സ്തോത്രം. ലോകം ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാ. കർത്താവിന്റെ വേഗക്കാർ, ദൈവമക്കൾ എല്ലാവരെയും നോക്കിക്കൊണ്ട് മാടി വിളിക്കുന്നതായ ലോകത്തിന്റെ മുൻപാകെ അനേകം പേരുടെയും കാലുകൾ ഇടറുകയാണ്. പൂർവ്വപിതാക്കന്മാർ വെച്ചിരിക്കുന്നതായ ആ ഇടുക്കവും ഞെരുക്കവുമുള്ള പാത ഇഷ്ടപ്പെടാത്തവരായി നാം കാണപ്പെടുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യുക? ഒരേ സമയം തന്നെ ഇരട്ട ജീവിതം നയിക്കുകയാണ്. ഒരു ഭാഗത്ത് ദൈവത്തെ സ്നേഹിച്ച് ദൈവകൽപ്പനകൾ പ്രമാണിക്കുവാനുള്ളതായ തന്ത്രപ്പാട്, മറുഭാഗത്ത് ലോകത്തെ കൈവിടുവാൻ കഴിവില്ലാതെ ലോകത്തിന്റെ നാഴികോടികളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിലെ ജനങ്ങളെ പോലെ ഉയരുവാനുള്ള ആഗ്രഹം, ഈ രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുപോകുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ടാണ് ഏലിയാവ് ചോദിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം ഇരു തോണിയിൽ കാൽ വയ്ക്കും? കാരണം ഇരു തോണിയിൽ കാൽ വെച്ചു കഴിഞ്ഞാൽ ഒരു തോണി ഒരു ഭാഗത്തേക്കും അടുത്ത തോണി അടുത്ത ഭാഗത്തേക്കും പോകും. ഇവൻ നടുക്കടലിൽ വീഴത്തേ ഉള്ളൂ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് ലോകത്തോടുള്ളതായിരിക്കുന്ന ഇഷ്ടം, പ്രണയം, അത് എത്രത്തോളം നമ്മോട് പോരാടിക്കൊണ്ടിരിക്കുന്നുവോ
അത് നമ്മെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ആ ദൈവിക കൽപ്പനകളുമായിട്ട് ചേർത്ത് കൊണ്ടുപോകുവാൻ ശ്രമിക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് പോകാൻ കഴിയാത്തതിനാൽ നമ്മൾ വലിയ സങ്കടത്തിലാകും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള സങ്കടത്തോടുകൂടെ കർത്താവേ എനിക്കിതിന് കഴിയുന്നില്ലല്ലോ. ഒരു ഭാഗത്ത് ലോകം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ലോകം എന്നെ വലിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം നിന്റെ കൽപ്പനകൾ എനിക്ക് പ്രമാണിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ കൽപ്പനകൾ പ്രമാണിക്കുന്നില്ലേ ദൈവരാജ്യത്തിൽ പോകാൻ കഴിയില്ലല്ലോ. ഈ രണ്ടിന്റെ ഇടയ്ക്കുള്ള ജീവിതം, അതിനെക്കുറിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ പ്രകാരം ഓർപ്പിക്കുന്നതിനിടയായി. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ രണ്ട് യജമാനന്മാരെ ഒരുപോലെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾക്ക് ദൈവത്തെയും മമ്മോനെയും സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. മമ്മോൻ എന്ന പദത്തിന് ദൈവത്തിന് സ്തോത്രം തമിഴിൽ കൊടുത്തിരിക്കുന്നത് ഉലകപ്പൊരുടെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൗകികമായിരിക്കുന്ന വിഷയങ്ങൾ, ലോകത്തിൻ്റെതായിരിക്കുന്ന വിഷയങ്ങൾ, ഇത് രണ്ടിനെയും കൂടെ ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ല. തമിഴിൽ മാത്രം ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 24-ാം വാക്യം. இரண்டு எஜமான்களுக்கு ஊழியம் செய்ய ஒருவனாலும் கூடாது. ஒருவனை பகைத்து மற்றவனை சிநேகிப்பான், அல்லது ஒருவனை பற்றி கொண்டு மற்றவனை அசட்டை பண்ணுவான். தேவனுக்கு உலகம் பொருளுக்கும் ஊழியம் செய்ய உங்களால் கூடாது. ദൈവത്തിന് സ്തോത്രം. ഒരേ സമയം ലോകത്തെയും അതേ സമയം ദൈവത്തെയും സേവിച്ചുകൊണ്ടുള്ള യാത്ര നമ്മുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ സങ്കടാവസ്ഥയിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവേ, ഇതിന്റെ രണ്ടിന്റെയും ഇടയില ഈ ലോകം ഞങ്ങൾക്ക് യോഗ്യമല്ല എന്ന് ഞങ്ങൾ അറിയുന്നു. എങ്കിലും ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന വിഷയം ഞങ്ങളെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇന്ന് യേശു വരുമെന്ന് പറഞ്ഞാൽ ഈ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ന് ഒരു വെളിപ്പാടുണ്ടായി. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കർത്താവ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട് വരുമ്പോൾ എന്തായിരിക്കും അറിയാമോ? എന്റെ കൊച്ചിന് നിന്ന കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടണം, ജോലി കിട്ടണം, വിവാഹം വേണം എന്നൊക്കെ പറഞ്ഞു. കാരണം അത്രമാത്രം നമ്മുടെ ഹൃദയം, മനസ്സ് ഈ ലോകവുമായിട്ട് അതുകൊണ്ട് ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കൊരു പാട്ടുണ്ട്, യേശുവൻ അടിസ്ഥാനം എന്ന് പറയുന്ന ആ പാട്ടിന്റെ ഒരു അടി പ്രകാരമാണ് കമ്പത്തിരുവോളവും കമ്പത്തിരുവോളവും മുൻകൊമ്പിൻപോമായവൻ അൻപോടെന്നെ നടത്തും. മുൻകൊമ്പിൻപോമായവൻ അൻപോടെന്നെ നടത്തും. യേശുവൻ അടിസ്ഥാനം ആശ്വാസത്തിൽ തന്നെ ഞാനും ആശ്വാസത്തിൽ ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ ഈ കടലിന്റെ തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുന്നത് പോലെ വമ്പിച്ച ലോകത്തിന്റെ കമ്പം അത് തീരുവോളം മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തുമെന്ന ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾ, ലോകത്തിന്റെ മോഹങ്ങൾ, ലൗകികതകൾ നമ്മുടെ മുൻപിൽ ഒന്നിനു പുറകെ ഒന്നായി നാം ദൈവത്തോട് ഏറ്റവും അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം ലോകപ്രകാരമുള്ള ഉയർച്ചകൾ ധാരാളമായി നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ശത്രുവായ സാത്താൻ പറയും, ഇത് കണ്ടോ, ഒന്ന് വീട് നമസ്കരിക്ക്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതെല്ലാം നിനക്ക് തരാം. ഇവിടെ പലരും വീട് പോകുന്നു, പലരുടെയും ദൈവിക രോഗശാന്തിയിലുള്ളതായിരിക്കുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു, വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ ഇതിന്റെ നടുവിൽ എത്ര പേർക്ക് ഒരു സങ്കടം ഉണ്ടാകുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവേ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുവാൻ എനിക്ക് കഴിയുന്നില്ല. ആകയാൽ ഈ ഉലകപ്പൊരുളിനെ വിട്ടുപിരിഞ്ഞ് അതെ പരിശുദ്ധനായിരിക്കുന്ന യജമാനായ ദൈവത്തെ സേവിക്കുവാൻ ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. യേശു തന്റെ ശിഷ്യന്മാരുമായി കടന്നു പോകുമ്പോൾ അവന് വിരോധമായി പ്രവർത്തിക്കാൻ കഴിയാത്തതിന്റെ ഒരു കാരണം പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ പറയുക, ലോകം അവന്റെ പിന്നാലെയായി പോലും നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. അതെ, ലോകത്തെ വിട്ടുപിരിഞ്ഞ് നമ്മുടെ ദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും കൊണ്ട് കർത്താവിനോട് കൂടെ നടക്കുവാൻ
എപ്പോഴും നമ്മളെ തന്നെ താഴ്ത്തി നാം ദൈവത്തോട് നിലവിളിച്ച് കരയുവാൻ, സങ്കടപ്പെട്ട് കരയുവാൻ ആഗ്രഹിക്കുമെങ്കിൽ ആ സങ്കടം അറിയുന്നവനായിരിക്കുന്ന ദൈവം ലോകത്തെ നമ്മളെ പിന്നിലാക്കും. അതേ ശത്രുവിന് നമ്മുടെ മേൽ ഒരു അധികാരവും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ ഇവിടെ ഇരിക്കുന്നവർ അത്ര പേർ ആഗ്രഹിക്കുന്നു. ലോക സംഭവങ്ങൾ അതിനെ വിളിച്ചറിയിക്കുന്നു, പ്രധാനത്തിന് കടന്നുവരവിനെ വിളിച്ചറിയിക്കുന്നു. നിയന്ത്രണം ലഭിക്കാതെ യുദ്ധങ്ങൾ അതിന്റെ എല്ലാ കടിഞ്ഞാടും പൊട്ടിച്ചുകൊണ്ട് എത്രയോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അതേ ദൈവത്തിന്റെ സ്തോത്രം. ഒരു ദിവസം പറയും ഇന്ന് യുദ്ധം നിർത്തും, അടുത്ത ദിവസം വഴിപൊട്ടിക്കും, വീണ്ടും അടുത്ത ദിവസം പറയും ഇന്ന് ചർച്ചയുണ്ട്, ഒപ്പിടും, അതിന് അടുത്ത ദിവസം അടുത്ത പൊട്ടിക്കും. ഇതൊക്കെ നിയന്ത്രണം മറ്റു പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ എല്ലാതിന്റെ പ്രത്യക്ഷത സമാഗതമായി വിശ്വസിക്കുന്നവർ ഈ ലോകത്തോട് വെച്ചിച്ചേർന്നിരുന്നാൽ നമുക്ക് നമ്മുടെ കർത്താവിന്റെ സ്ഥലത്തിൽ പോകാൻ കഴിയില്ല. നിങ്ങളുടെ ദുഃഖം എന്താണ്? കർത്താവ്, ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുന്നു, ഈ ലോകത്തെ വിട്ടുപിരിക്കുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം. ഈ ലോകത്തെ അനുഭവിക്കുമ്പോൾ തന്നെ അനുഭവിക്കാത്തവരായി തീരുന്ന ഒരു ജീവിതമുണ്ട്. അതൊരു പ്രത്യേക കൃപയുള്ള ജീവിതമാണ്. അതിനുവേണ്ടി സങ്കടപ്പെട്ട ദൈവത്തോട് ഇരുമനസ്സുണ്ടാവരുത്. ഈ ലോകത്തിലേക്ക് നമ്മുടെ ഹൃദയം ചായരുത്. ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും നമുക്ക് നമ്മുടെ സങ്കടത്തെ കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം പ്രകാരമാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇയ്യോബ് തന്റെ രോഗം നിമിത്തം നിലവിളിച്ച് കരയുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്റെ രോഗം നിമിത്തം തന്റെ സങ്കടം വലിയതാണെന്ന് താൻ പറയുന്നുണ്ട്. 10-2 വായിക്കാം. ഞാൻ ഈ സങ്കടം തുറന്നു പറയും, എന്റെ മനോവ്യസനത്തിൽ ഞാൻ സംസാരിക്കും, എന്റെ മനോവ്യസനത്തിൽ ഞാൻ സംസാരിക്കും. ഞാൻ ദൈവത്തോട് പറയും, എന്നെ കുറ്റം വിധിക്കരുത്, വിധിക്കരുതേ, എന്റെ കുറ്റം വിധിക്കരുതേ, എന്നോട് വ്യവഹരിപ്പാൻ സാധ്യതയുണ്ട്, എന്നോട് വ്യവഹരിപ്പാൻ സാധ്യതയുണ്ട്, എന്നെ അറിയിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ എന്റെ സങ്കടം തുറന്നു പറയും. തന്റെ ജീവിതത്തിൽ അനുഭവിച്ച രോഗത്തിന്റെ പീഡകൾ, ജീവിതത്തിലുണ്ടായ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. മക്കൾ നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു, അവസാനം ശരീരത്തിന്റെ ആരോഗ്യവും പോയി. രോഗം തന്റെ ജീവിതത്തെ പിടിമുറക്കിയിരിക്കുകയാണ്. അവസാനം എല്ലാവരും ദൈവത്തിന്റെ സ്തോത്രം, എല്ലാവരും തന്നെ തള്ളിക്കളയും. ഇവിടെ പറയുന്നത് എന്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു പറയുന്നത് എല്ലാവരും സ്നേഹിക്കുന്ന ജീവനെയാണ്. പക്ഷെ ആ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നി എന്ന് പറയത്തക്ക വിധത്തിലേക്ക് തന്റെ രോഗത്തിന്റെ കാഠിന്യം ഏറി വന്നോ. എന്താണ് അതിന്റെ താഴെ പ്രകാരം പറയുന്നുണ്ട്, ദൈവത്തിന്റെ സ്തോത്രം, എന്നോട് വ്യവഹരിപ്പാൻ സംഗതി എന്ത് എന്നെ അറിയിക്കണമേ. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സങ്കടങ്ങളിൽ ഒന്ന് നമ്മുടെ രോഗം നിമിത്തമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ശാരീരികമായിരിക്കുന്ന ക്ലേശം നിമിത്തം രാത്രിയിലും പകലിലും ഒക്കെ ഞരങ്ങുന്ന അനുഭവങ്ങൾ. ദൈവത്തിന്റെ സ്തോത്രം. ലോകത്തിന്റെ കിടക്കയിലോ അല്ലെങ്കിൽ താൻ വഹിച്ചുകൊണ്ട് നടക്കുന്ന രോഗമൊക്കെ നിമിത്തം അത് സങ്കടപ്പെടുകയാവും. പക്ഷെ ഈ സങ്കടം അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി താൻ പറയുന്നുണ്ട്, നീ എന്നോട് വ്യവഹരിപ്പാൻ സംഗതി എന്ത് എന്ന് എന്നെ അറിയിക്കണമേ. തന്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന രോഗം ദൈവവുമായിരിക്കുന്ന ഒരു വ്യവഹാരമാണെന്ന് താൻ സമ്മതിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കേസ്, ദൈവത്തിന്റെ സ്തോത്രം, ഒരു വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ എന്നോട് വ്യവഹരിക്കാനുള്ള കാരണം എന്ത് എന്ന് നീ എന്നോട് പറയണോ? അതെ, രോഗം നിമിത്തം ദൈവം നമ്മോട് വ്യവഹരിക്കണമെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. എല്ലാം വിവരിപ്പാൻ സമയം അനുവദിക്കുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഒന്ന്, രോഗം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതിന്റെ കാരണം അത് നമ്മുടെ ജീവിതത്തിന്റെ പാപങ്ങളാകുന്നുവെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പാപം നിമിത്തം, അങ്ങനെയാണെങ്കിൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ നിമിത്തം നാം രോഗത്തിൻ്റെതായ സങ്കടങ്ങളിൽ കൂടെ കടന്നു പോകും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്നെ അറിയിക്കണം. ദൈവത്തോട് പറയുക, എന്നോട് അറിയിക്കണം. മറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ദൈവമേ എന്നെ അറിയിക്കണം. അതൊരു വിഷയമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, നാം കടന്നു പോകുന്ന ഈ കടലിലിരിക്കുന്ന കഷ്ടതകളുടെ മധ്യേ നമ്മുടെ ദൈവത്തെ ഉള്ളതുപോലെ കാണുവാനുള്ള അവസരമുണ്ട്. കാരണം 48-ാം അധ്യായത്തിൽ തന്റെ ജീവിതത്തിൽ ഏറ്റവും അവസാന അനുഗ്രഹത്തിന്റെ തുടക്കത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്രകാരമാണ് താൻ പറയുന്നത്, ഞാൻ എന്റെ ദൈവത്തെ കുറിച്ച്, നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോഴിതാ എന്റെ കണ്ണുകളാൽ ഞാൻ നിന്നെ കാണുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ കഷ്ടതകൾ നേരിടുമ്പോഴാണ് നമ്മുടെ ദൈവത്തെ നാം കാണുന്നത്. ഈ കഷ്ടതകൾ സങ്കടങ്ങളാകുമ്പോൾ നാം ചിന്തിക്കുന്നു, എന്റെ സങ്കടം ആരും അറിയുന്നില്ല. ഇല്ല, ദൈവം ആ രോഗക്കിടക്കയിൽ നിന്റെ സങ്കടം അറിയുന്ന ഒരു ദൈവമുണ്ട്. പക്ഷേ
ദൈവം എന്തുകൊണ്ട് വ്യവഹരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കുകയും അവസാനം ദൈവത്തെ കാണേണ്ടതുപോലെ കാണുകയും ചെയ്യുന്ന അനുഭവത്തിൽ നമ്മുടെ സങ്കടങ്ങൾ നീങ്ങിപ്പോയി. ഇപ്പോൾ അവന്റെ സങ്കടം നീങ്ങിപ്പോയി. ദൈവത്തിന്റെ സ്തോത്രം. അവരിപ്പോൾ സങ്കടമില്ല. എന്താണ് കാരണം? അതുവരെ ഉണ്ടായിരുന്ന അറിവില്ല ദൈവത്തെ കുറിച്ച്. ഇപ്പോൾ ദൈവം നേരിട്ട് ചില അറിവുകളൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ചില കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒന്നുകിൽ നമ്മുടെ അമർത്യമാണെന്ന് തടസ്സമെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രമല്ല, ദൈവം തന്റെ പരിജ്ഞാനത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കട്ടിയാലുള്ള ആഹാരം നമുക്ക് തരുവാൻ വേണ്ടിയാണ് നമ്മുടെ ദൈവം നമ്മെ നടത്തുന്നതെങ്കിൽ അതിനെ മനസ്സിലാക്കുന്നവരെയും നാം സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള സങ്കടത്തിനൊക്കെ ഉത്തരമുണ്ട് ദൈവമക്കളെ. ദൈവത്തിന്റെ സ്തോത്രം. മറ്റ് ദൈവത്തിന്റെ ഹിതമില്ലാത്ത ചില സങ്കടങ്ങളുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതിലൊന്നിൻ പ്രകാരമാണ് യോനയുടെ അനുഭവത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. യോനയോട് പറഞ്ഞു, നീ നിലവിലേക്ക് പോയിട്ട് നിലവിലേക്ക് വരുന്ന ന്യായവിധിയെ കുറിച്ച് നീ പ്രസംഗിക്കണം, അല്ലെങ്കിൽ നീ പ്രവചിക്കണം. അവനെ നേരെ തലശിച്ചിലേക്ക് പോയി. നമുക്കറിയാം, അവിടെ നിന്ന് കൂലി കൊടുത്ത കപ്പലിൽ കയറി എടുത്തട്ടിൽ പോയി കിടന്നുറങ്ങി. അവിടെ ആ കടൽ കുന്തളിക്കുവാൻ തുടങ്ങി, നിലവാരം പഠിക്കുവാൻ തുടങ്ങി. അവരെല്ലാം ദൈവത്തെ വിളിച്ച് അവസാനം പറഞ്ഞു, ചീട്ടിട്ടപ്പോൾ അടിയിലെടുത്തോന്ന് കിടപ്പുണ്ട്. ചീട്ടവന് വീണോ? അവൻ പറഞ്ഞു, എന്നെ എടുത്ത്, ഞാൻ തന്നെയാണ് പ്രശ്നക്കാരൻ, എന്നെ എടുത്ത് കടലിലിട്ടേരെ. ദൈവത്തിന്റെ സ്തോത്രം. മീൻ വിഴുങ്ങി. അതിനുശേഷം നിലവിൽ കൊണ്ട് ഛർദ്ദിച്ചു. ചരിത്രമൊക്കെ നമുക്കറിയാം. എന്നിട്ട് അവന് സത്യം മനസ്സിലായത് കൊണ്ട് വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് അങ്ങനെ നിലവിൽ പ്രസംഗിച്ചുകൊണ്ടേ നടന്നു. ഏറ്റവും ഒടുക്കം ദൈവത്തിന്റെ സ്തോത്രം. നിലവേ പട്ടണത്തിൽ എന്ത് കാണുവാൻ വരും സംഭവിക്കുന്നത് അറിയുവാൻ. എന്താണ് കാരണമെന്ന് അറിയാമോ? സ്വാർത്ഥതയുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇതുപോലെ തന്നെ സംബന്ധിച്ചിടത്തോളം താൻ പറഞ്ഞതുപോലെ നടക്കണം, അല്ലെങ്കിൽ എന്റെ വാക്കിന് എന്താണ് വില. പക്ഷേ അവിടെ നിലവേക്കാർ ദൈവസന്നിധിയിൽ മുഴക്കാലിലിരുന്ന ഉപവാസമെടുത്ത് എട്ടെടുത്ത് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുഭവിച്ചു. ഈ അനുഭവിച്ചതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഒട്ടും സഹിച്ചില്ല യോനയ്ക്ക് തിരുവനന്തപുരം പറയുകയാണ്, യോനയ്ക്ക് ദൈവത്തിന്റെ സ്തോത്രം ഭയങ്കര സങ്കടമായി. ഭയങ്കര സങ്കടം. കാരണം എന്താ സങ്കടം? അതവന്റെ സ്വാർത്ഥത കാരണമാണ്. നാം പലപ്പോഴും ദൈവമേ, ഞാൻ കാണുന്ന എത്രയോ പേർ, എന്നെ ഉപദ്രവിച്ച എത്രയോ പേർ, അവർക്കൊരു ന്യായവിധി വരുന്നില്ലല്ലോ കർത്താവേ, അവരൊക്കെ നീതികേടായിട്ട് നടന്നിട്ട് അവർക്ക് ദോഷം വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ ന്യായവിധിയെ കുറിച്ച് നമ്മൾ നോക്കി ഇങ്ങനെ ദൈവത്തിന്റെ സ്തോത്രം സങ്കടപ്പെടാറുണ്ട്. ആ സങ്കടം തെറ്റായ സങ്കടമാണ്. ആ സങ്കടം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങി പോകേണ്ടുന്ന സങ്കടമാണ്. അതുകൊണ്ട് ദൈവം അതിന് ചെയ്തൊരു പരിപാടി, അവനിരിക്കുന്നിടത്ത് ഒരു ആവണത്ത് കൽപ്പിച്ചുണ്ടാക്കി. ദൈവത്തിന്റെ സ്തോത്രം വെയിലൊടിച്ചപ്പോൾ അവനൊരു തണല് കിട്ടി. അതിനുശേഷം ദൈവത്തിന്റെ സ്തോത്രം ആ ആവണത്ത് കുത്തിക്കളയേണ്ടുന്നതിന് ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് കുത്തി പിന്നീട് ഒരു കിഴക്കൻ കാറ്റ് വരുത്തി അത് ഉണക്കിക്കളഞ്ഞു. അപ്പോൾ അവൻ കിടന്ന് കോപിക്കുകയാണ്. എന്തിനായോ നീ കോപിക്കുന്നത്? ഞാൻ മരണവനെന്തോ കോപിക്കുന്നത് ഇഷ്ടമാണ്. ദൈവത്തിന് സ്വന്തം കൊള്ളാം, അതാണ് നല്ലത്. അപ്പോൾ അവരോട് ചോദിക്കുക, നീ ഒന്നും ചെയ്യാതെ വളർന്നു വന്ന ഈ ആവണത്തെ എടുത്ത നിനക്ക് അയ്യോ ഭാവം തോന്നുന്നെങ്കിൽ ഇടം കൈയും വലം കൈയും തിരിച്ചറിയാൻ കഴിവില്ലാത്ത 1,20,000 പരമുള്ള ജനദ്വാരങ്ങളോട് എനിക്ക് സങ്കടം തോന്നരുതോ, അല്ലെങ്കിൽ എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ? അതുകൊണ്ട് മറ്റുള്ളവർക്ക് നീതിയോടെയുള്ള ഒരു വിധി ഉണ്ടാകണം, പക്ഷെ എന്നോട് ദൈവം കരുണ കാണിക്കണം. ഇങ്ങനെ നോക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് ന്യായവിധി വരുന്നത് വൈകുമ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ വരായത്? എന്റെ സഭാവിശ്വാസം അങ്ങനെ പറഞ്ഞല്ലോ, എന്റെ മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്തല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് അവർക്കൊരു ശിക്ഷയൊന്നുമില്ല, എന്നെ മാത്രം എന്താ ദൈവം ഇങ്ങനെ ശിക്ഷിച്ചു നടത്തുന്നതെന്നുള്ള ചില സങ്കടങ്ങളിൽ കൂടെ കടന്നു പോകും. അവിടെ പരിശുദ്ധനായിരിക്കും പറയുക, ആ സങ്കടം മുഴുവൻ സങ്കടമാണ്. അതുകൊണ്ട് ആ സങ്കടത്തെ നീക്കി കളയുവാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ സ്തോത്രം അവന് ഒരു താൽക്കാലികമായിരിക്കുന്ന നന്മ ഉണ്ടാക്കി കൊടുത്ത് പെട്ടെന്ന് എടുത്തു. പ്രിയമുള്ള ദൈവമക്കളെ, പല വേളകളിലും നമ്മുടെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുവാനാണ് പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മെ വിട്ട് നഷ്ടമായി പോകുന്നത്. ഇത് രണ്ടും സംഭവിക്കുന്നത് ദൈവം നമ്മെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുവാനുള്ള ദൈവത്തിന്റെ ഒരു ഓപ്പറേഷൻ മെത്തേഡാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരുന്ന വേളകൾ നാം ദൈവസ്ഥയിൽ മുഴക്കാലം അടക്കിയിട്ട് നാം ചിന്തിക്കണം, കർത്താവേ, മറ്റുള്ളവരെ എന്നേക്കാൾ ശ്രേഷ്ഠനം നേടുവാനും ആർക്കും ഒരു ന്യായവിധി വരുന്നത് കാണാൻ അതിനാഗ്രഹിക്കാതിരിക്കുവാനും എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുവാനുമുള്ള ഒരു വിശാല ഹൃദയം എനിക്ക് തരണമെന്ന് ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് ഹന്നയുടെ സങ്കടത്തിലേക്ക് പോകാം. ഇവിടെ ഹന്ന ഏകിയെങ്കിൽ കരുതുന്നുണ്ട്. ഹന്നയുടെ ദൈവത്തിന് സ്തോത്രം, തന്റെ ഭർത്താവിന്റെ അടുത്ത ഭാര്യ അവള് ഇപ്രകാരം ഇങ്ങനെ ദുഷിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ മക്കളില്ല.
സ്തോത്രം. അതുകൊണ്ട് നമ്മളിങ്ങനെ എന്തോ അവിടെ ഇട്ട് സങ്കടപ്പെടുത്തുകയാണ്. അതാണ് നമ്മൾ ഓർമ്മിച്ചുള്ള 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ കാണുമ്പോൾ അവിടെ നമുക്ക് അത് മനസ്സിലാകും. അവർ അവിടെ കരഞ്ഞു പ്രാർത്ഥിക്കുക. എന്റെ സങ്കടം കണ്ടിട്ട് എന്റെ ദൈവം എനിക്കൊരു പുരുഷപ്രതിയെ തരികയാണെങ്കിൽ എന്താണ് അതിന്റെ വ്യത്യാസം? അവനെ ഞാൻ എന്നേക്കും നിന്റെ ആലയത്തിൽ പാർക്കേണ്ടതിനെ ഞാൻ അവിടെ ആക്കിക്കൊള്ളാം. അവൻ ദൈവത്തിന് നസിപ്പായിരിക്കും, അവൻ ദൈവത്തിന് പ്രദസ്ഥനായിരിക്കും, അവന്റെ തലയിൽ ശവരക്തത്തിൽ കൊടുക്കുകയും. അല്ലെ വായിക്കാം. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവയെ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും സൈന്യങ്ങളുടെ യഹോവയെ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്ത അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ക്രിസ്തീയ ജീവിതത്തില് പലരും പരാജയപ്പെട്ടു പോകുന്ന ഒരു വിഷയം ഇതാണ്. ജയജീവിതത്തെ വിട്ടുള്ള പ്രസംഗം ധാരാളമായി കേൾക്കും. പക്ഷെ ജീവിതത്തിൽ ഒരാൺകുട്ടി എന്ന ജയജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ അതിനെ കുറിച്ച് സങ്കടപ്പെട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ കുറെ നാളുകൾക്ക് മുൻപ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിലൊക്കെ നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ നിങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തില് എത്രയോ അക്ഷരികമായിരിക്കുന്ന നന്മകൾക്ക് വേണ്ടിയുള്ള സങ്കടം നമുക്കുണ്ട്. പക്ഷേ എന്റെ ദൈവമേ, എനിക്കെടുത്ത തീരുമാനത്തിൽ നിലനിർത്തുവാൻ കഴിയുന്നില്ലല്ലോ, എനിക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുന്നില്ലല്ലോ, എനിക്കൊരു ജയജീവിതം നയിക്കാൻ കഴിയുന്നില്ല എന്ന് പകർക്കാലം എത്ര പേർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തില് ദൈവത്തിന്റെ സ്തോത്രം ഒരു ഭാരം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സങ്കടം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സങ്കടം വന്ന് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈകൊള്ളിയുണ്ടാവോ? ജയകരമായ ജീവിതം ദൈവത്തിന്റെ സ്തോത്രം. ഏകദേശം 50% പേർ മാത്രമാണ് കൈവരുന്നത്. ബാക്കിയുള്ളവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല. ദൈവം നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നു. എങ്ങനെയുള്ള സങ്കടങ്ങൾ അറിയുന്നത്? ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം നൽകിയ പ്രമാണങ്ങൾ കൊത്തവണ്ണം ജീവിക്കാൻ, അവന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ആത്മാവിൽ നിറഞ്ഞ് ജയകരമായിരിക്കുന്ന ജീവിതം നയിക്കുവാൻ, അങ്ങനെ ജീവിക്കാൻ കഴിയാത്തതിൽ സങ്കടപ്പെടുക. അതാണ് ദൈവത്തിന്റെ സ്തോത്രം. വിശുദ്ധ പൗലോസ് സങ്കടപ്പെട്ടത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അവൻ നിലവിളിക്കുക. പക്ഷെ തൊട്ടടുത്ത് തന്നെ താൻ ഏറ്റുപറയുന്ന ഒരു വിഷയമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സങ്കടപ്പെടണം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവസ്ഥലത്തിൽ വരുമ്പോൾ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ വരം ഏറ്റവും സമീപമായിരിക്കുന്നു. കുറഞ്ഞ കാലഘട്ടത്തിൽ ഭൂമിയിൽ എന്നെ ആക്കിയിരിക്കുന്നത് അങ്ങയുടെ ദിവ്യ സ്വഭാവങ്ങളുടെ കൊണ്ടാടിയായിരിക്കുവാനാണ്. ആത്മാവിന്റെ ഫലങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനാണ്. പക്ഷെ പ്രസംഗം കേട്ട് പോകുന്നതല്ലാതെ ജീവിതത്തിൽ ഇതൊന്നും പ്രായോഗികതയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നില്ല. ഞാൻ പലപ്പോഴും പരാജിതനായിട്ട് വിലപിക്കുകയാണ്. ആ വിലാപം, ആ സങ്കടം ഉയരുമ്പോൾ ഉയരത്തിൽ നിന്ന് ഒരു ദിവസം ഒരു ശബ്ദം കേൾക്കാം. ഞാൻ നിന്റെ സങ്കടങ്ങൾ അറിയുന്നു, ഞാൻ നിന്നെ വിടുവിക്കുവാൻ വേണ്ടി ഇറങ്ങി വരിക. നീ കഴിഞ്ഞ ദീർഘനാളുകളായിട്ട് ചീഞ്ഞ നാറിഞ്ഞ അനുഭവങ്ങൾക്ക് ദൈവത്തിന്റെ സ്തോത്രം. ഒരു അഴുക്ക് ചാലിനെന്നതുപോലെ നിന്റെ ജീവിതത്തെ നീ നയിച്ചുകൊണ്ടിരുന്നോ? നിന്റെ ഹൃദയത്തിൽ അപ്പോഴൊക്കെ നീ സങ്കടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. ആകയാൽ നിന്റെ സങ്കടങ്ങൾ അറിയുന്ന ഞാൻ ആ സങ്കടങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കുവാനൊക്കെ വേണം. മോശയ്ക്ക് ദൈവത്തിന്റെ സ്തോത്രം ആ പർവ്വതത്തിൽ ഇറങ്ങി വന്നതുപോലെ ഞാൻ നിനക്ക് വേണ്ടി കടന്നു വരുന്നു. ഇന്ന് പകൽക്കാലം അങ്ങനെ സങ്കടപ്പെടുന്നതിന് വേണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു അനുഭവം ദൈവസന്നിധിയിലുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം നമ്മെ വിടുവിക്കുവാൻ ശക്തനാണ്. പറയുന്നത് അതിനെ വെളിപ്പെട്ട് വരുന്നത് മുൾച്ചെടിയിലാണ്. മുൾച്ചെടി തീയിൽ വെന്തു പോകേണ്ടതാണ്. പക്ഷെ ആ മുൾച്ചെടി തീയിൽ വെന്തു പോകുന്നില്ല. അതിനർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ വിടുവിക്കേണ്ടതിന് ആരെങ്കിലും അയക്കുകയില്ല. ഞാൻ നിന്നെ വിടുവിക്കേണ്ടതിന്, നിന്റെ സങ്കടത്തിൽ നിന്ന് നിന്നെ വിടുവിക്കേണ്ടതിന്, നിനക്കൊരു പുരുഷ സന്താനത്തെ തരേണ്ടതിന്, എന്തെങ്കിലും ദൈവസന്നിധിയിൽ പാർക്കുവാൻ പ്രാബല്യമുള്ള ഒരു ജീവിതം നിനക്ക് തരേണ്ടതിന് ഞാൻ തന്നെ നിന്റെ സന്നിധിയിലേക്ക് ഇറങ്ങി വരുന്നു. എങ്കിലേക്ക് ഞാൻ തന്നെ ഇറങ്ങി വരികയാണ്. ആ ഉൾച്ചെടിയിലേക്ക് ഞാൻ തന്നെ ഇറങ്ങി വരികയാണ്. ഞാൻ നിന്നെ വിടുവിക്കുവാൻ ശക്തൻ. ദൈവത്തിന്റെ സ്തോത്രം. ജീവിതത്തിന്റെ പരാജയങ്ങളെ കുറിച്ച് അതൊക്കെ എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞു പോകുന്നവർ ഒരിക്കലും ചേർന്നെത്തിച്ചേരാൻ കഴിയില്ല. എന്നാൽ ഒരു കാര്യം നമ്മുടെ മുന്നിൽ പോകുന്ന വിശുദ്ധ അവർ സമ്പൂർണ്ണ ജയം പ്രാപിച്ചവരാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് കഴിയാത്തൊരു കാര്യം ഒരിക്കലും നമ്മോട് പറയുകയില്ല. അവൻ നമ്മോട് കൽപ്പിക്കുമ്പോൾ ആ കൽപ്പന പ്രകാരം ജീവിക്കാനുള്ള ഒരു അഭിഷേകം കൂടെ കർത്താവ് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്.
ദൈവത്തിന്റെ സ്തോത്രം. അതിനുള്ള അഭിഷേകം ഇന്നുള്ളത് കാലം ലഭിച്ചിട്ടല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം സങ്കീർത്തനം 25-ാം സങ്കീർത്തനം 16 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സങ്കടം ഏകാന്തതയാണ്. പലരുടെയും ജീവിതത്തിന്റെ യാത്രയില് ചിലപ്പോൾ ഏകാന്തതയുള്ളവരായിരിക്കും. വായിച്ചാട്ടെ 25-ാം സങ്കീർത്തനം 16-17 വാക്യങ്ങൾ. എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. എനിക്ക് മനഃപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എന്റെ സങ്കടങ്ങളിൽ നിന്ന് പലരും ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ദൈവം നൽകിയതായ ജീവിത പങ്കാളി തങ്ങൾ മരണം വഴിയായി വിട്ടുപോകുമ്പോൾ ഏകാന്തതയിലേക്ക് വരും. കർത്താവിന്റെ വേലക്കാർ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തിലേക്ക് മാറ്റമായി പോകുമ്പോൾ പരിചയങ്ങളെല്ലാം വിട്ടുപോയി ഒരു സ്ഥലത്ത് പുതുതായി വരുമ്പോൾ അവർ ഏകാന്തതയായി വരും. നിങ്ങൾക്കറിയാമോ, എന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഏകാന്തത എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഓരോ വ്യക്തികളെ എടുത്ത് നമ്മൾ ചോദിച്ചാൽ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ഏകാന്തതയായിരുന്നു. ഒന്നാം പഴയ നിയമത്തിലുള്ള യാക്കോബ് തന്റെ അമ്മയുടെ സാരിത്തൊന്ന് പിടിച്ചുകൊണ്ട് നടന്നവൻ ഒരിക്കൽ പോലും അമ്മയെ വിട്ടുപിരിഞ്ഞിട്ടില്ല. അവൻ കൂടാരവാസിയാണ്. എന്നാൽ സാമ്പത്തികമായിട്ട് അമ്മാച്ചന്റെ വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. ആ വഴിമധ്യേ അവന് വീട്ടിലെത്തിച്ചേരുവാൻ കഴിയില്ലാതെ ഒരു രാത്രിയിൽ അവന് കൊടുക്കാട്ടിൽ വിശ്രമിക്കേണ്ടി വന്നു. ലഭിച്ചതായ കല്ലെടുത്ത് തലമയായി വെച്ച് താന് അവിടെ കിടന്നുറങ്ങുമ്പോൾ ഏകാന്തതയുടെ ഭീതി അവനെ അലട്ടിക്കൊണ്ടിരുന്നു. അവന്റെ മാതൃ സാന്നിധ്യമോ പിതൃ സാന്നിധ്യമോ ഇല്ലാതെ അവൻ ഭയങ്കരനായി കിടക്കുന്ന വേളയിൽ ദൈവത്തിന്റെ സ്തോത്രം അന്ന് വരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഭവം. സ്വർഗം കിടന്നിരിക്കുന്നു. സ്വർഗത്തിൽ നിന്നൊരു ഗോളി ഭൂമിയോട് എത്തിയിരിക്കുന്നു. അതിന്റെ അറ്റം ഭൂമിയിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. സ്ഥലത്തിന്റെ പേര് ലൂസം എന്നാണ്. ജാലിയല്ലിട്ട് പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ദൈവത്തിന്റെ സ്വർഗത്തിന്റെ വാതിൽ തന്നെ. അവന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ദർശനങ്ങളിൽ ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു ദർശനം. രണ്ടാമത്തെ ഒരു വ്യക്തി ദൈവത്തിന്റെ സ്തോത്രം വിശുദ്ധ യോഹന്നാനാണ്. സുവിശേഷമായ നാട് കടത്തപ്പെട്ട് പത്മോസ് എന്ന ദ്വീപിലേക്ക് വരികയാണ്. ഒരു മനുഷ്യനില്ല, കൂട്ടായ്മയ്ക്ക് ആളില്ല, ആരാധനാ വേളയിൽ 10 ദിവസത്തിൽ ചെണ്ടയടിക്കാൻ ആളില്ല, ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തുമാൻ ആളില്ല, പ്രസംഗം കേൾക്കാൻ ആരുമില്ല. അവിടെ ഇരുന്ന് ദൈവത്തിന്റെ സ്തോത്രം ആത്മവിവശനായി സ്വർഗം തുറന്നിരിക്കുന്നത് താൻ കണ്ടോ. അത് താൻ സ്നേഹിച്ച തന്റെ അനുഭവനായിരിക്കുന്ന യേശു ദൈവത്തിന്റെ സ്തോത്രം അതിലേക്ക് ധരിച്ചുകൊണ്ട് തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക, തന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരിക. ശബ്ദം കേട്ട് താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 7 പൊൻനിലവിളക്കുകളുടെ നടുവില് ദൈവത്തിന്റെ സ്തോത്രം നിലയ്ക്ക് ധരിച്ച തന്റെ സ്നേഹസമ്പന്നനായ യേശുവിനെ താൻ കാണുക. അവന്റെ രൂപമൊക്കെ കണ്ടവന്റെ കാല് ഒരു ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടിൽ സദൃശമന്റെ അകലത്തിൽ നിന്ന് അവനെ ദൈവത്തിന്റെ സ്തോത്രം ഇരുവായ്പയുള്ളതായ വാൽ പുറപ്പെടുന്നു. അവന്റെ തലമുടി അത് വെളുത്ത ഭിമത്തോളം വെളുത്തത്. ദൈവത്തിന്റെ സ്തോത്രം അവന്റെ ഒരു അമ്മയുടെ മാവിലെന്നതുപോലെ ദൈവത്തിന്റെ സ്തോത്രം അവൻ കണ്ട ആ മാതൃ സ്നേഹത്തെ എപ്പോഴാണ് അവനെ കാണുവാൻ കഴിഞ്ഞത്? അവന്റെ ജീവകാലത്ത് മറ്റൊരിക്കലും കാണുവാൻ കഴിഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന്റെ സ്തോത്രം ഈ 2 സന്ദർഭം എടുത്ത് നോക്കിയോ, ഏകാന്തതയാണ്. നമ്മെ സ്നേഹിക്കുന്നവർ നമ്മെ വിട്ടുപോകുമ്പോൾ, നമ്മുടെ ജീവിത പങ്കാളികൾ നമ്മെ വിട്ടുപോകുമ്പോൾ, നമ്മെ സഹായിക്കുന്നവർ നമ്മെ വിട്ടുപോകുമ്പോൾ, നമ്മൾ ഏകാന്തരായി തീരുന്ന വേളയിൽ പ്രിയമുള്ള ദൈവമക്കളെ, അവിടെയാണ് യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്. നമ്മുടെ കാലുകൾ മടക്കിയാതെ ഒരു നിമിഷം ദൈവസ്ഥലത്തിലേക്ക് നോക്കിയാണ് കഴിഞ്ഞ നാളുകളിൽ മുമ്പുമായ ഏകാന്തതയുടെ അനുഭവത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി നമ്മുടെ ജീവിതത്തിൽ ഏകാന്തത വരുമ്പോൾ നിങ്ങൾ ദുഃഖിക്കേണ്ട. ആ ഏകാന്തതയിലുള്ള സങ്കടങ്ങൾ അറിയുന്ന അരിഷ്ടതകളുടെ സങ്കടങ്ങൾ അറിയുന്നതായ ദൈവം ആ ഏകാന്തതയിൽ മറ്റാരെയുമല്ല സഹായിക്കുവാൻ അയക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ സ്തോത്രം, ഞാൻ നിന്നെ സഹായിക്കാം. വിശുദ്ധയോഹനായി നീ ഭാരപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ഞാൻ മരിച്ചവനായിരുന്നു, ജീവിച്ചിരിക്കുന്നു. അതെ, മരണത്തിന്റെയും പാതാളത്തിന്റെയും പാമ്പ് എന്റെ കൈവശമുണ്ട്. നിന്റെ സങ്കടം ഞാൻ അറിയുന്നുണ്ട്, ഏകാന്തതയുടെ സങ്കടം ഞാൻ അറിയുന്നുണ്ട്. ആകയാൽ യാക്കോബിനെ സ്വർഗ്ഗം തുറക്കുന്ന ഒരു ദർശനം വിശുദ്ധ യോഹന്നാൻ എടുത്തുകൊണ്ട് വരും കാലഘട്ടങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ട്
അവന്റെ ഏകാന്തത അവന് മാറ്റിക്കൊടുത്ത് ദൈവം തന്നെ പിടിച്ച് സ്വർഗ്ഗത്തിലേക്ക് ഇവിടെ കയറുക. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിന്നെ കാണിച്ചു തരാം. ഇന്ന് കാലം എത്ര പേർ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നു. ഏകാന്തതയുടെ ദുഃഖം അനുഭവിക്കുന്നവരെ ചിലർ കണ്ടേക്കാം. ജീവിതത്തിൽ അത് മറ്റാർക്കും അറിയാൻ കഴിയുന്നില്ല. ദീർഘനാളുകൾ തന്റെ ജീവിതയാത്രയിൽ കൂടെ നടന്നവർ കൂട്ടം വിട്ടുപോയപ്പോൾ ദൈവത്തിന്റെ സ്വന്തം കാര്യമില്ല എന്ന് കരുതിയപ്പോൾ സഹായിക്കുന്നവർ കണ്ണുമറച്ചപ്പോൾ എന്നെ കൊണ്ട് കഴിയില്ല എന്നവരെ കൈവളർത്തിയപ്പോൾ എല്ലാവരും തന്നെ ഏകാന്തമായ സ്ഥലത്തേക്ക് വിട്ടപ്പോൾ പറയണ്ട ഇതാ ഞാൻ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. നിന്റെ അന്യവിശ്വാസങ്ങളിൽ കൂടെ നടക്കുവാൻ നീ നടക്കണ്ട. നിന്നെ എന്റെ കരങ്ങളിൽ ഞാൻ വഹിച്ചോളാം. എന്റെ കാലുകൾ ഉടയിൽ ചുറ്റുമൽപ്പിച്ച വെള്ളത്തിൽ സദൃശമാണ്. അഗ്നിസമാനമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ നീ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. കാരണം ഞാനാണ് നീ കൂടെ നടക്കുന്നത്. നീ എന്റെ കരങ്ങളിൽ ഇരിക്കുകയാണ്. എത്ര പേർ വിശ്വാസത്തോടുകൂടി ആത്മാവിൽ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നു? സന്തോഷപ്പെടുന്ന ആത്മാവിൽ ആരാധിച്ചാണ്. നമ്മുടെ ദൈവം നമ്മെ ഏകനായി വിടുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം നമ്മുടെ ഏകാന്തതയുടെ സങ്കടം അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന സ്വർഗ്ഗത്തിലേക്ക് കരം പിടിച്ചിരുന്നത് ഒരു കാലഘട്ടങ്ങളെ കുറിച്ച് നമ്മെ കാണിക്കുന്നവർ നമ്മുടെ ഏകാന്തതയുടെ ദുഃഖം ദൈവ സാന്നിധ്യത്താൽ തീർക്കുന്നവർ ഈ കാലം നമ്മുടെ നിലവിൽ കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്നവർ അത് ആത്മീയ ജീവിതത്തിലെ പരാജയം അനുഭവിക്കുന്നവർക്ക് എന്റെ ജീവിതത്തിന്റെ പരാജയം ഞാൻ സങ്കടപ്പെടുന്നു. എന്റെ ജീവിതത്തിന്റെ ഏകാന്തത ഞാൻ സങ്കടപ്പെടുന്നു. എന്റെ ദൈവത്തിന്റെ പ്രാണ സങ്കടങ്ങൾ അറിഞ്ഞിരിക്കുന്നു. എന്റെ രോഗം ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് താഴ്ത്തി ഒരു ആത്മാവിൽ ആരാധിക്കാമോ? ഈ നിങ്ങൾ കേൾക്കുമെന്നുള്ളതിന്റെ തെളിവാണ്. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരട്ടെ. നമ്മുടെ ഏകാന്തതയിൽ അവൻ നമ്മെ സഹായിക്കുവാൻ, നമ്മുടെ പരാജയത്തിൽ അവൻ നമ്മെ താങ്ങുവാൻ, അത് നമ്മുടെ പ്രാണ സങ്കടങ്ങളെ അറിയുന്നവൻ പാതാളത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് അവൻ നമ്മെ നിത്യസ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുവാൻ, നമ്മുടെ മുൻപിലിരിക്കുന്ന പാപത്തെ നീക്കിക്കളയുവാൻ, നമ്മുടെ ദൈവത്തിന്റെ നമ്മുടെ മുൻപിൽ പ്രതിഷ്ഠിക്കുവാൻ, ഇതുപോലെ കാലം ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉടമയാക്കി തീർക്കുവാൻ ഇന്ന് നമ്മുടെ കർത്താവ് നമ്മുടെ നിലവിൽ കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉയരത്തിലേക്ക് നോക്കാം. ഒരു കൂട്ടം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കുറ്റബോധം ഞങ്ങളുടെ സങ്കട ദുരിതങ്ങൾ മാത്രം നൽകുന്നതാണ്. അത് ഞാൻ കാണുന്നുണ്ട്. ഏറെ ദോഷങ്ങളുടെ ഹൃദയമാണ് വെച്ചുകൊണ്ട് ഞാൻ ഓട്ടം പാടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.